അപ്രോണ് ബെൻഡായിരുന്നു. ഈ വണ്ടി ഒരു KSRTCയുടെ എങ്ങാണ്ട് ബാക്കിൽ മേടിക്കാണ്ട് ചെയ്തത്. കസ്റ്റമർ അതുവരെ ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഇല്ലാത്തൊരു വണ്ടിയാണ്. ബാക്കിൽ ഇന്നേ വരെ ഈ വണ്ടി സൈഡ് വശങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. നീറ്റ് വണ്ടിയാണ്. 2009 ആയാലും അതേപോലെ കൊണ്ടുനടക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. കാരണം വണ്ടി കാണുമ്പോഴറിയാം അതിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ 2 അപ്രോൺ നമ്മൾ ബെൻഡായി. അപ്പോൾ നമ്മൾ എന്തെന്ന് ചെയ്താലെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ ഈ 2 അപ്രോൺ വലിച്ച് നിർത്തി. അതായത് എങ്ങനെയാണ് കമ്പനി മെഷർമെൻറ്റ് വരുന്നത് ആ രീതിയിൽ 2 അപ്രോൺ വലിച്ച് നിർത്തി. എവിടെയും ഒരു ജോയിൻ്റ് ഇല്ലാത്ത രീതിയിൽ കേട്ടോ, എവിടെ ഒരു വെൽഡിങ് ജോയിൻ്റ് ഇല്ലാത്ത രീതിയിൽ തന്നെ വലിച്ച് നിർത്തി ക്ലിയർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഫ്രണ്ടിലെ ഫ്രെയിമാണ് ഇപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ടാക്ക് ചെയ്തിട്ടാണ് ഇത് പിടിപ്പിച്ചാണത്. ഇതുമ്പോൾ വേറെ വെൽഡിങ് അല്ല, റീടാക്ക് ചെയ്യണമെന്നുള്ളൂ, അല്ലാണ്ട് ഫുള്ളായിട്ട് ഇപ്പോൾ അത്ര വെൽഡ് ചെയ്യണ പരിപാടിയല്ല. അപ്പോൾ ടാക്ക് ചെയ്ത് പിടിപ്പിച്ചതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് ഇതിൻ്റെ ഫ്രെയിം നമ്മൾ റീപ്ലേസ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ സെറ്റിങ്ങൊക്കെ ഇവിടെ ഫ്രണ്ടേജ് നമ്മൾ ഇപ്പോൾ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ സ്ക്രൂ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ക്രൂ അടിച്ചിട്ടുണ്ട്, അവിടെ സ്ക്രൂ അടിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഏരിയ സ്ക്രൂ അടിച്ച് ഇതിനെ ഒന്ന് ഇരുത്തിയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിനുമ്പോൾ ബോണറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കയറ്റും. ഇതിന് ഹൈറ്റ് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയണം. ഹൈറ്റിൽ എന്തെങ്കിലും താഴെ മേലേക്കൊക്കെ ആയിട്ടുണ്ടോയെന്ന് അറിയണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ, കാരണം ഇത് അലൈൻ കറക്റ്റായിട്ട് വന്നു. ഇനി നമുക്ക് മേലേക്കും താഴേക്കും ഉള്ളത് ഫെൻഡർ പുതിയത് വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇതിന് സെറ്റ് ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ വണ്ടി പെയിൻറ്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്ത് പുറത്തിറക്കി പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിക്ക് എന്തൊക്കെ പാർട്സ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓൾറെഡി ഒരുപാട് പാർട്സുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലതൊക്കെ നമ്മളൊന്ന് ഹോൾഡ് ചെയ്യും. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ റീപർച്ചേസിന് പോകുന്ന സമയത്ത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് മാറ്റേണ്ടതായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ അപ്രത്യക്ഷമായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ ഒരു വണ്ടിയുടെ 2ാമത്തെ പർച്ചേസിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതിപ്പോൾ മെയിനായിട്ട് പർച്ചേസ് ചെയ്യേണ്ടത് ആക്സിഡൻറ്റിൽ ഡാമേജ് ആയിട്ടുള്ള മെക്കാനിക്കൽ പാർട്സുകളുണ്ട്. നമ്മൾ ബോഡി പാർട്സുകളെല്ലാം ക്ലിയർ ചെയ്തു. മെക്കാനിക്കൽ പാർട്സുകളുണ്ട്. നമ്മുടെ എയർ ഫിൽറ്റർ കേസ്, കൂളൻ്റെ ടാങ്ക്, അങ്ങനെയുള്ള റേഡിയേറ്റർ, കണ്ടൻസർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മെക്കാനിക്കൽ പാർട്സിൽ നമുക്ക് വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ വക സാധനങ്ങൾ വാങ്ങുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഹെഡ്ലൈറ്റ് പ്രൊജക്ടറാണ്, ബാക്ക് LED ടൈലൈറ്റാണ്, അതേപോലെ റിഫ്ലക്ടർ ബാക്കിൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ആ വക സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. വണ്ടി ഈ ഒരു റേഞ്ചാണ് നിൽക്കുന്നത്. അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്രിസ്റ്റയുടെ കളറാണ് നമ്മുടെ നിലവിൽ ഇതിൽ അടിച്ചിരിക്കുന്നത് കേട്ടോ. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night,
അപ്പോൾ നമ്മുടെ 2009 മോഡൽ ഒരു ഗോൾഡൻ കളർ വണ്ടിയായിരുന്നു. ആ ഒരു വണ്ടിയാണ് ഇപ്പോൾ അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺ അടിച്ചിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിരുന്നത്. ഇതിപ്പോൾ നല്ല വെയിലത്തുണ്ട് നമ്മൾ വീഡിയോ എടുക്കണേ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പോരായ്മകളുണ്ടാവും, കാരണം നല്ല ചൂടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ വണ്ടി ഇടിച്ച വണ്ടിയായിരുന്നു, നിങ്ങൾ മുന്നേ വീഡിയോ കണ്ടിരിക്കും. അപ്പോൾ ആ തട്ടിയ വണ്ടിയിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ടൈപ്പ് 4 കൺവേർഷൻ ചെയ്യുന്ന എല്ലാ പാർട്സുകളും നമ്മൾ റീപ്ലേസ് ചെയ്തു. അത് കൂടാണ്ട് തന്നെ ഇന്നർ സൈഡിൽ ഇപ്പോൾ ഇതിൻ്റെ ബോണറ്റ് നോക്കണമെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കും അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ. ഇതിങ്ങനെ ഷോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടി ഫ്രണ്ട് തട്ടിയിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. അതിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത സാധനങ്ങളാണ് നേരത്തെ ഞാൻ കാണിച്ച് നിങ്ങൾക്ക് തന്നിരുന്നു. ഫ്രണ്ടിലെ ഫ്രെയിം, റേഡിയേറ്റർ, കണ്ടൻസർ, അതേപോലെ തന്നെ ടൈമിംഗ് കവറ്, ഫാൻ, എയർ ഫിൽറ്ററിൻ്റെ കേസ്, ഈ വക സാധനങ്ങളെല്ലാം ആക്സിഡൻറ്റ് വകയിൽ നമ്മൾ റീപ്ലേസ് ചെയ്തു. കൂടെ തന്നെ ഇതിന് ഷോക്ക് അബ്സറും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ഷോക്ക് അബ്സർ ഇതിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു വർക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്റ്റ് ചെയ്യാം. അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ സ്റ്റേ ഒന്നും വെച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ആ വക കാര്യങ്ങളെല്ലാം ചെയ്തു. പിന്നെ ഇതിൽ അടിച്ചിരിക്കുന്ന കളറ് അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്രിസ്റ്റയുടെ കളറാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ സൈഡിൽ നമ്മൾ നോക്കണമെങ്കിൽ ഇതിന് അലോയിലും കാര്യങ്ങളൊക്കെ ഗൺ മെറ്റാലിക് ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള കളറും കാര്യങ്ങളെല്ലാം അടിച്ചു. ഹാൻഡിൽ കാര്യങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്ന ഹാൻഡിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്തു. ബാക്കിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ടൈപ്പ് 4 കൺവേർഷൻ ചെയ്യണ മാതിരി തന്നെ ടൈലൈറ്റ് മാറ്റി, ഡിക്കി ക്രോം മാറ്റി, ബമ്പർ മാറ്റി, റിഫ്ലക്ടർ LED ആഡ് ചെയ്തിട്ടുണ്ട്, മെട്രിക്സ് ടൈപ്പ്, ഈ വക സാധനങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ വൈപ്പർ ഓൾറെഡി മുന്നുണ്ടായിരുന്ന തന്നെയാണ്, സ്പോയിലറും മുന്നുണ്ടായിരുന്ന തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആ സൈഡിൽ കണ്ട മാതിരി തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഇൻറ്റീരിയർ സൈഡിൽ സീറ്റ് നമ്മൾ സെറ്റിങ് ചെയ്യാൻ ബാക്കിയാണ്. ഇപ്പോൾ നമ്മൾ ഔട്ടർ ബോഡിയിലെ വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. ഇൻറ്റീരിയർ സൈഡിൽ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കസ്റ്റമർ തന്നെയാണ് ചെയ്യിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ വണ്ടി ഇവിടെ കൊണ്ടുപോയതിന് ശേഷമൊക്കെ ആയിരിക്കാം ചെയ്യിക്കുന്നത്. അതുകൊണ്ട് അത് അയച്ചു കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ഒരു സീറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരുന്നുള്ളൂ കേട്ടോ. അതാണ് ഇൻറ്റീരിയർ നിങ്ങളെ പ്രത്യേകിച്ചൊന്നും കാണിക്കാത്തത്. പ്രത്യേകിച്ച് ഇൻറ്റീരിയറിൽ നമ്മളൊന്നും ഈ ഒരു വണ്ടിക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ 2009 വണ്ടി ആക്സിഡൻ്റായ വർക്കും ചെയ്തു. അതേപോലെ തന്നെ ടൈപ്പ് 4 കൺവേർട്ട് ചെയ്ത് പ്രൊജക്ട് ഹെഡ് LED ഒക്കെ ചെയ്ത് ഈ ഒരു വർക്ക് ഈ ഒരു ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും അറിയിച്ചേക്ക്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.